വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് 31ാമത് സാഹിത്യോത്സവത്തിന്റെ പേരിലാണല്ലോ. ഈ അവസരത്തിൽ കുട്ടികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നന്മകൾക്ക് മംഗളേൽക്കുകയും തിന്മകൾക്ക് തിളക്കം കൂടുകയും പിഞ്ചുകുഞ്ഞുങ്ങളാക്കുന്ന നമ്മളോടുള്ള സ്നേഹം വാത്സല്യം വറ്റിപ്പോക്കുന്ന പുതിയ കാലത്ത് നമുക്ക് ഏറ്റവും വലിയ മാറ്റം തലമുറകളുടെ അധ്യാപകനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോടുള്ള പെരുമാറ്റത്തിൽ വളരെ സൂക്ഷ്മത പാലിച്ചിരുന്നു. ചെറിയ കുട്ടികളാണെങ്കിൽ പോലും അവരെ പരിഗണിക്കുന്ന കാര്യത്തിൽ, അവരുടെ കാരുണ്യവും അണുകമ്പലും പ്രകടിപ്പിക്കുന്ന കാര്യത്തിലും പ്രവാചകൻ സൂക്ഷ്മത കാണിച്ചിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകന്റെ മകൻ ഇബ്രാഹിം മദീനയിലെ കുടുംബങ്ങൾക്കിടയിൽ മുലകുടിക്കുന്ന പ്രായത്തിൽ പ്രവാചകൻ മകനെ കാണാൻ പുറപ്പെട്ടു. അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ പോകും. അദ്ദേഹം വീട്ടിൽ കയറി മകനെ എടുത്ത് ചുംബിച്ച് തിരിച്ചു പോരും. മക്കളെ ചുംബിക്കുന്നവരായിരുന്നില്ല ഇക്കാലത്തെ അധികമാളുകൾ, പ്രത്യേകിച്ച് സമൂഹത്തിലൊന്നരായ ആളുകൾ. ഒരിക്കൽ പ്രവാചകൻ തന്റെ പേരമകനെ ചുംബിക്കുന്നത് കണ്ട് ഒരു സഹാബി ചോദിച്ചു, പ്രവാചകനെ, അങ്ങ് കുട്ടികളെ ചുംബിക്കാറുണ്ടോ? അല്ലാഹുവാണ്, എനിക്ക് 10 മക്കളുണ്ട്. ഒരാളെ ഞാനിതുവരെ ചുംബിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യത്തോടെ അദ്ദേഹത്തിന് മറുപടി നൽകി, നിങ്ങളുടെ കൽവിൽ നിന്ന് അല്ലാഹു റഹ്മത്തിന് അടുത്ത് കടന്നെങ്കിൽ ഞാൻ ചെയ്യാനാണ്. കാരുണ്യത്തോടെ നേർമല്യത്തോടെയുള്ള പെരുമാറ്റമായ കുട്ടികളുടെ മനസ്സിൽ സൽസ്വഭാവത്തിന്റെ ആധിപത്യമാവുക. അവരുടെ പെരുമാറ്റവും സ്വഭാവവും രൂപപ്പെടുന്നത് അതേറെ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നു. ദേഷ്യക്കാരും കഠിന മനസ്കരുമായവരെ കുട്ടികൾ വെറുക്കുകയും ചെയ്യുന്നു. ചെറുപ്രായത്തിലുള്ള കുട്ടികളോട് പ്രകൃതം അറിയാവുന്ന പ്രവാചകൻ കുട്ടികളോട് പെരുമാറിയിരുന്നത് അവരെ സന്തോഷിപ്പിക്കുന്ന തരത്തിലായിരുന്നു പെരുമാറിയിരുന്നത്. കുട്ടികളിൽ സൽസ്വഭാവവും ഉന്നത വ്യക്തിത്വവും വളർത്തിയെടുക്കാൻ ഉതകുന്ന രീതിയിൽ തമാശ കലർത്തി നിർമ്മല്യത്തോടെ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സമീപിച്ചിരുന്നത്. ചെറുപ്പം മുതൽ പ്രവാചകന്റെ സേവകനായിരുന്ന അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ പ്രവാചകനെ 50 വർഷത്തോളം സേവിച്ചിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും എന്തെങ്കിലും ചെയ്തതിന്റെ ചെയ്യാത്തതിന്റെ പേരിൽ പ്രവാചകൻ എന്നെ ആക്ഷേപിച്ചിട്ടില്ല. കുട്ടികളോട് അടുത്തുകൂടി പ്രവാചകൻ നടന്നു പോകാൻ ഇടയായാൽ അവരോട് പുഞ്ചിരിക്കാതെ അവരുടെ ഹൃദയത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന നന്മ നിറഞ്ഞ ഓർമ്മ സമ്മാനിക്കാതെ പ്രവാചകൻ കടന്നു പോയിരുന്നില്ല. ആരാധനാ കർമ്മങ്ങളിൽ വരെ പ്രവാചകൻ കുട്ടികളെ പരിഗണിച്ചിരുന്നു. ഒരിക്കൽ ഹസൻ റളിയല്ലാഹു അൻഹുമാ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന നബിയുടെ മുതുകിൽ കയറി നബി തങ്ങൾ സുജൂദിൽ നിന്ന് തലയുയർത്തിയപ്പോൾ ഇരുവരെയും വളരെ പതുക്കെ പിടിച്ചു താഴെ വെച്ചു. വീണ്ടും സുജൂദിൽ പോയപ്പോൾ ഇരുവരും വീണ്ടും മുതുകിൽ കയറി. നിസ്കാരവോളം അവർ അത് തുടർന്നു. നിസ്കാരശേഷം നബി തങ്ങൾ അവരെ ചീത്ത പറയുകയോ ക്ഷമിപ്പിക്കുകയോ ചെയ്തില്ല. അവരോട് വാത്സല്യം കാണിച്ച് ഉമ്മയുടെ അടുത്തേക്ക് പോകാനുമാണ് നബി തങ്ങൾ പറഞ്ഞത്. പ്രകാരമായിരുന്ന പ്രവാചകനും കുട്ടികളോട് പെരുമാറിയിരുന്നതും അവരോട് സ്നേഹം കാണിച്ചതും കുട്ടികളുടെ മജ്ജയിലും മാംസത്തിലും അവരുടെ കണ്ണീരിലും പ്രവാചകൻ ചേർന്നിരുന്നു. ഒള്ളി